വന്നിടുവാൻ ആകുലതകളെല്ലാം തീർന്നു പോകും താതൻ സന്നിധിയിൽ. ഭ്രമിച്ചിടേണ്ട പ്രിയരെ, നിത്യ വീണ്ടെടുപ്പടുത്തിരിക്കുന്നു. ഭ്രമിച്ചിടേണ്ട പ്രിയരെ, നിത്യ വീണ്ടെടുപ്പടുത്തിരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. വളരെ വ്യക്തമായി നമുക്ക് നൽകിയ ഒരു നിർദ്ദേശം. ആയതിനാൽ ഒരു ആത്മശുദ്ധീകരണത്തിനായി ദൈവം നമ്മെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു എന്നറിയുക. ദൈവസ്വരൂപത്തിലുള്ള നാം അവനെപ്പോലെ വിശുദ്ധിയുള്ളവരാകണം. നമുക്ക് ഭൂമിയിൽ പുതുതായി ഒന്നും സൃഷ്ടിക്കുക സാധ്യമല്ല. ദൈവം സൃഷ്ടിച്ചതിനെ കൊണ്ട് മാത്രമേ നമുക്ക് കൂടുതലായി എന്തെങ്കിലും ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈനംദിനം പ്രാർത്ഥിക്കുവാനും വിശുദ്ധ വചനത്തിൽ നിന്ന് വായിച്ച് ധ്യാനിക്കുവാനും ഭവനങ്ങളിലുള്ളവർ പരസ്പര സ്നേഹത്തിൽ കൂട്ടായ്മ ആചരിക്കുവാനും ദൈവത്തിൻ്റെ ആലയത്തിൽ കൂദാശാനുഭവങ്ങളുമായി ചേർന്ന് നിൽക്കുവാനും നമുക്ക് കഴിയുമ്പോൾ അത് ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളായി മാറുന്നു. ആ നല്ല ശുദ്ധീകരണത്തിലൂടെ നല്ലത് പ്രാപിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.